ആത്മഹത്യയോ കൊലപാതകമോ ഏതാണ് വേണ്ടതെന്ന് തിരഞ്ഞെടുക്കാൻ ഒരവസരം കിട്ടിയാലുള്ള അതേ മരവിപ്പ്, ഒരായുസിന്റെ കാത്തിരിപ്പിന്റെ ഫലം, ഉള്ളതെല്ലാം സ്വരുക്കൂട്ടി സ്വന്തം ചോരയും നീരും നൽകി പടുത്തുയർത്തിയ സ്വപ്നഭവനം. ആ സ്വപ്നത്തെ സ്വന്തം കൈകൾ കൊണ്ട് തന്നെ തകർക്കേണ്ടി വരുന്ന ഒരു ജനതയുടെ നിസ്സഹായ അവസ്ഥയെക്കുറിച്ച് ചിന്തിക്കാൻ കഴിയുമോ? എന്നാൽ ഫലസ്തീനിലെ കിഴക്കൻ ജെറുസലേമിലുള്ള സിൽവാൻ ജില്ലയിൽ ഇത് നടക്കുന്ന യാഥാർത്ഥ്യമാണ്. അവിടുത്തെ അൽ ബുസ്താൻ മേഖലയിലെ നൂറുകണക്കിന് ഫലസ്തീൻ കുടുംബങ്ങളാണ് അധിനിവേശ ഇസ്രായേൽ മുനിസിപ്പാലിറ്റിയുടെ കടുത്ത പിഴകളിൽ നിന്നും നിയമ നടപടികളിൽ നിന്നും രക്ഷപ്പെടാൻ വിറയുന്ന കൈകളോടെ സ്വന്തം കിടപ്പാടങ്ങൾ പൊളിച്ചു നീക്കുന്നത്. നൂറ്റാണ്ടുകളായി ഈ മണ്ണിൽ ജീവിക്കുന്ന ഫലസ്തീനികളെ ബലം പ്രയോഗിച്ച് ഒഴിപ്പിക്കുന്നത് എന്തിനാണെന്നോ? കിങ്സ് ഗാർഡൻസ് പാർക്ക് എന്ന ബൈബിൾ അധിഷ്ഠിത തീം പാർക്ക് നിർമ്മിക്കാൻ. അധിനിവേശക്കാരുടെ ബുൾഡോസറുകളും വൻ സായുധ പോലീസും എത്തി വീട് തകർത്താൽ ആ പൊളിക്കൽ പ്രക്രിയയുടെ ഭീമമായ ചെലവ് മുഴുവൻ ഇസ്രായേൽ ഈ പാവപ്പെട്ട കുടുംബങ്ങളിൽ നിന്നാണ് ഈടാക്കുന്നത്. അവർ വന്ന് പൊളിച്ചാൽ 2,80,000 ഷെക്കലിലധികം, അതായത് 90 ലക്ഷത്തോളം ഇന്ത്യൻ രൂപ പൊളിക്കൽ കൂലിയായി മാത്രം നൽകേണ്ടി വരുമെന്ന് തദ്ദേശവാസിയായ ജലാൽ അൽ തവിൽ കണ്ണീരോടെ പറയുന്നു. സ്വന്തമായി ആളുകളെ വെച്ച് പൊളിച്ചാൽ ഇതിന്റെ 10-1 തുകയേ വരൂ. ആത്മഹത്യയോ കൊലപാതകമോ ഏതാണ് വേണ്ടതെന്ന് തെരഞ്ഞെടുക്കാൻ ആവശ്യപ്പെടുന്നത് പോലെയാണിത്. ഭരണകൂട ഭീകരതയുടെ മറ്റൊരു ക്രൂരമായ മുഖം വെളിപ്പെടുത്തുന്നത് അബു ദിയാബ് എന്ന താമസക്കാരന്റെ വാക്കുകളിലാണ്. സ്വന്തം വീട് തകർത്ത വകയിൽ മുനിസിപ്പാലിറ്റി ചുമത്തിയ 14 ലക്ഷത്തിലധികം രൂപയുടെ പിഴയടയ്ക്കാൻ അദ്ദേഹത്തിന് ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല. ഇതിനെല്ലാം പുറമെ തന്റെ വീട് പൊളിക്കുന്നതിന് മേൽനോട്ടം വഹിക്കാൻ വന്ന ഇസ്രായേൽ പോലീസുകാർ കഴിച്ച സാൻഡ്വിച്ചിന്റെ വിലയായ 3 ലക്ഷത്തോളം രൂപയും ഈടാക്കിയത് ഈ പാവത്തിൽ നിന്നാണ്. കഴിഞ്ഞ 2 വർഷത്തിനിടയിൽ 57-ലധികം വീടുകളാണ് ഇങ്ങനെ മണ്ണോട് ചേർന്നത്. വരും ആഴ്ചകളിൽ ഇനിയും വീടുകൾ തകർക്കപ്പെടും. ജെറുസലേമിന്റെ ബഹുസ്വരതയെയും ഫലസ്തീനികളുടെ ചരിത്രപരമായ നിലനിൽപ്പിനെയും പൂർണ്ണമായി തുടച്ചു നീക്കാനുള്ള ഇസ്രായേലിന്റെ ഗൂഢശ്രമമാണ് ഇതിനു പിന്നിലെന്ന് മനുഷ്യാവകാശ സംഘടനയായ ഇറാമ്യം വ്യക്തമാക്കുന്നു. ഫലസ്തീൻ അടയാളങ്ങൾ ഇല്ലാതാക്കി പകരം വംശീയമായ ഒരു സിഡ്നി ലാൻഡ് മാതൃക സൃഷ്ടിക്കാനാണ് അവർ ശ്രമിക്കുന്നത്. ഇസ്രായേൽ അധിനിവേശത്തിന് എത്രയോ പതിറ്റാണ്ടുകൾക്ക് മുൻപ് തങ്ങളുടെ പൂർവികർ പണിതുയർത്തിയതാണ് ഈ വീടുകൾ. തങ്ങൾ സമർപ്പിച്ച സമാധാനപരമായ വികസന പ്ലാനുകൾ രാഷ്ട്രീയ കാരണങ്ങളാൽ ഇസ്രായേൽ തള്ളിക്കളയുകയായിരുന്നുവെന്നാണ് ഇവർ പറയുന്നത്. ഒരു ജനതയുടെ ചരിത്രത്തെയും ഓർമ്മകളെയും മണ്ണിലിട്ട് ചവിട്ടിമെതിച്ചുകൊണ്ടാണ് അധിനിവേശ ശക്തികൾ ഇവിടെ ആമോദ പാർക്കുകൾ പണിയുന്നത്. ഇത് പൂർണ്ണമായ വംശീയ വേട്ടയാടലാണ് എന്നത് തീർച്ചയാണ്.